മലയാള സിനിമയിൽ നിരവധി നടിമാർ ദിലീപിൻ്റെ നായികയായി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ട്. മഞ്ജു വാര്യർ, കാവ്യ മാധവൻ, മീര ജാസ്മിൻ, സമൃദ്ധ സുനിൽ തുടങ്ങി നിരവധി പേരാണ് ദിലീപ് ചിത്രങ്ങളിൽ നായികയായി സിനിമാ ലോകത്തേക്ക് അരങ്ങേറിയത്. എന്നാൽ ദിലീപ് ചിത്രത്തിൽ നായികയാകാനെത്തി അവസരം നഷ്ടപ്പെട്ട നടിമാരുമുണ്ട്. ദിലീപ് ചിത്രത്തിൽ ഓഡിഷനെത്തി നായികയാകാൻ കഴിയാതെ മടങ്ങി ഇന്ന് തെന്നിന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന സൂപ്പർ ഹിറ്റ് നായികയായി മാറിയ ഒരു നടിയുണ്ട്. 2008 പുറത്തിറങ്ങിയ ക്രൈസി ഗോപാലൻ എന്ന സിനിമയുടെ എറണാകുളത്ത് വെച്ച് നടന്ന ഓഡിഷനിൽ പങ്കെടുക്കാൻ അമ്മയോടൊപ്പം ഒരു പെൺകുട്ടി വരികയും വളരെ നന്നായി അഭിനയിക്കുകയും ചെയ്തു. സ്ക്രീൻ ടെസ്റ്റിൽ വളരെ നന്നായി അഭിനയിച്ചെങ്കിലും ആ നടിയെ അവസാനം വേണ്ടെന്ന് വെച്ചു. സ്ക്രീനിൽ കുറച്ചുകൂടി സൗന്ദര്യം തോന്നിപ്പിക്കുന്ന, കുറച്ചുകൂടി ഉയരവും പ്രായവുമുള്ള നടിയായിരുന്നു നായികയാകാൻ വേണ്ടിയിരുന്നത്. ശേഷം തെലുങ്ക് നടിയായ രാധ വർമ്മയാണ് സിനിമയിൽ ഡയാന ജോൺ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. അന്ന് സ്ക്രീൻ ടെസ്റ്റിന് വന്ന ദിലീപിൻ്റെ നായികയാകാതെ പോയ ആ നടിയാണ് ഇന്നത്തെ തെന്നിന്ത്യൻ സൂപ്പർ നായിക സമാന്ത. സിനിമയുടെ സംവിധായകനായ ദീപു കരുണാകരൻ ഒരു പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം പറഞ്ഞത്. ക്രൈസി ഗോപാലൻ ഇറങ്ങി 2 വർഷം കഴിഞ്ഞാണ് സമാന്ത സിനിമാ പ്രവേശം നടത്തുന്നത്. അതിനുശേഷം താരത്തിൻ്റെ അഭിനയ ജീവിതത്തിൽ വൻ കുതിപ്പാണുണ്ടായത്. ഇന്നിപ്പോൾ വർഷങ്ങൾക്കിപ്പുറം കോടികൾ വാങ്ങുന്ന നായികയായി മാറിയിരിക്കുകയാണ് സമാന്ത. ആരോഗ്യപരമായ ചില കാരണങ്ങളാൽ നടി തൻ്റെ കരിയറിൽ നിന്ന് ചെറിയ ഇടവേള എടുത്തിരുന്നു. ഇതിനുശേഷം വീണ്ടും അഭിനയത്തിൽ നിന്ന് സജീവമാണ് സമാന്ത.